ഹായ് ഓൾ, ഇതെൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് ദെൻ രാവിലെ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുമ്പം അന്നത്തെ ദിവസം നമുക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് രാവിലെ തന്നെ കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും മന്ത്രങ്ങൾ ജപിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹസ്രനാമം ജപിക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കുണ്ട്, ദ ഹോൾ ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് കൂടുതലും കുട്ടികളുടെ കുറിച്ചും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നല്ലൊരു ബുക്കാണ്. തന്നെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യുക. കാരണം വർക്കും വീട്ടിലെ കാര്യങ്ങളും കൂടെ ആകുമ്പം എന്തെങ്കിലും മിസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. ഒരു പ്ലാനർ വേണമെന്നൊന്നുമില്ല. നമുക്കൊരു നോട്ട്ബുക്കിൽ വേണമെങ്കിലും, ചിലപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ നോട്ട്ബുക്കിൽ വേണമെങ്കിലും ചെയ്യാറുണ്ട്. ഒരു ടു ഡു ലിസ്റ്റ് പോലെ, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ 1 2 3 എന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മിസ്സാവാതെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ടീ. അത് കുടിച്ചുകൊണ്ട് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഇതാണ് പിന്നെ എൻ്റെ ഒരു രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. ചിലപ്പോൾ യൂഷ്വലി ഞാൻ ഷുഗർ ഇടാതെയാണ് ചെയ്യാറ്. പിന്നെ ചില ദിവസം വളരെ എനർജി കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം അത് ഒരു വെളിയിൽ പോയി നിന്ന് പ്രകൃതിയൊക്കെ നോക്കിയിട്ട് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തുകൊണ്ട് ആ ടീ ഞാൻ കുടിക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ചോറ് നമ്മൾ തലേദിവസം വെച്ചേക്കും. പിന്നെ രാവിലെ ഒന്നും കൂടെ ചൂടാക്കി എടുക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി എന്ന് പറയുന്നത് കടലക്കറിയാണ്. കടലക്കറി നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വറുത്തരച്ച് ഞാൻ വെക്കാറുണ്ട്. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നതായിട്ട് തോന്നലുണ്ട്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ നമ്മൾ രാത്രി തന്നെ വറുത്ത് വെക്കും. പക്ഷെ അരയ്ക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ എടുത്ത് പുറത്ത് വെക്കും. എന്നിട്ട് ആറിയിട്ട് തണുപ്പ് പോയതിന് ശേഷം മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പകരം ഈ വെന്ത കടല തന്നെ മിക്സിയിൽ അരച്ചാൽ മതി, കൊഴുപ്പ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഗോതമ്പ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കാറുണ്ട്. ഗോതമ്പ് പൊടി ചൂടാക്കിയ ശേഷം ദെൻ അത് ഒന്ന് ചൂട് പോയതിന് ശേഷം വെള്ളവും ഉപ്പും വെച്ചിട്ട് നനച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഈ പുട്ടിൻ്റെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പൊടി നനച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ തേങ്ങ ഇടുന്നത് സ്വാദാണ്. പക്ഷേ എനിക്കും എൻ്റെ മോനും തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഹസ്ബൻഡിന് തേങ്ങയിട്ട പുട്ടാണ് ഇഷ്ടം. അപ്പോൾ ആദ്യത്തെ കുറ്റിപ്പുട്ട് വെക്കുന്നത് ഞാനും മോനോട് ഹാഫ് കഴിക്കും. അപ്പോൾ അതിൽ ഞങ്ങൾ തേങ്ങ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരക്കി എടുക്കുന്നുണ്ട്. അത് പിന്നെ ഒരു കുറ്റി ഫുള്ള് നിറയ്ക്കത്തില്ല. മറ്റേ ചിരട്ട പുട്ടിനേക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റി ഇങ്ങനത്തെ പുട്ടുകുറ്റിയിൽ കൊള്ളുമല്ലോ. അപ്പോൾ ഫുള്ള് കുത്തി നിറയ്ക്കത്തില്ല. ഒരു 3/4 പോർഷൻസ് വെക്കാറുണ്ട്. അങ്ങനെ രാവിലെ കുറച്ച് തേങ്ങ ഈ തേങ്ങയും കൂടെ നമ്മൾ തലേദിവസം തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളാവും. അപ്പം അന്ന് ഞാൻ എന്തോ തിരുമ്മിയതില്ലായിരുന്നു. അങ്ങനെ പുട്ട് അവിടെ കടല അപ്പുറത്ത് വേവുന്നുണ്ട്, പുട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ അതും റെഡി ആവുന്നുണ്ട്. ജസ്റ്റ് തേങ്ങ 2 സെറ്റ്, രണ്ട് വട്ടമായിട്ട് തേങ്ങ 2 തട്ടായിട്ടാണ് ഇടാറ്. രാവിലെ ഇങ്ങനെ സൂര്യപ്രകാശം ജനലിലൂടെ തട്ടിയിട്ട് ആഹാരം പാകം ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ജനൽ തുറന്നിടാറുണ്ട്. അങ്ങനെ പുട്ട് റെഡിയായി. പിന്നെ കടല വെന്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിക്കും. പിന്നെ വറവ് ചേർത്ത്, അതായത് വറ്റൽമുളകും കടുകും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അതും ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നല്ല കടലക്കറി നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട്, പുട്ടും കടലക്കറിയും. ലഞ്ചും ഞാൻ രാവിലെ തന്നെ, എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ലഞ്ചും ഞാൻ രാവിലെ തന്നെ റെഡിയാക്കാറുണ്ട്. ഇതും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാത്രിയിൽ അരിഞ്ഞ് സെറ്റാക്കി വെക്കാറുണ്ട്. ഇത് തോരനാണെങ്കിലും വിട്ട് തേങ്ങ മിക്സ് ചെയ്തിട്ട് തന്നെ ഫ്രിഡ്ജ് വെക്കാറുണ്ട്. പിന്നെ ഇന്ന് മെഴുക്ക് പുരട്ടി ഒരു നൊസ്റ്റാൾജി മെഴുക്ക് പുരട്ടിയാണ്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന പോലെ ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണ്. സവോളയും
ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇത് ചക്കക്കുരു കുറച്ച് വേവണം. അപ്പം നല്ല അത്യാവശ്യം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് പിന്നെ എണ്ണ ഒഴിച്ച് മെഴുക്ക് പുരട്ടിയെടുക്കുക. പിന്നെ മോരുകറി. ലഞ്ച് സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കാത്ത ദിവസം. ഒരു കറി കാണും, സാമ്പാർ, മോരുകറി, അതെങ്ങനെ മാറി എന്തെങ്കിലും കറി കാണും, പിന്നെ ഒരു തോരൻ, ഒരു മെഴുക്ക് പുരട്ടി, അങ്ങനെ രാവിലെ തന്നെ പണികളെല്ലാം കഴിയും. പിന്നെ ഇങ്ങനെ തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പാത്രങ്ങളും കഴുകാൻ കുറവായിരിക്കും. ഇന്ന് എൻ്റെ കൂടെ ഓഫീസിൽ പോകാൻ എൻ്റെ മോനും കൂടെ ഉണ്ട്. ഓഫീസിൽ സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്കായിട്ട് കളിയും പരിപാടികളും ഒക്കെ കാണും. നമുക്ക് അവിടെ ഇരുന്ന് വർക്കും ചെയ്യാം. ഞാൻ ഇടയ്ക്ക് പോയിട്ട് വർക്കിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്താണ്. ആളവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഡാൻസിങ്ങും മോഡലിങ്ങും ക്ലേ മോഡലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. പാരലലി എൻ്റെ വർക്ക് നടക്കും. പിന്നെ പാൻട്രിയിൽ ഫുഡെന്ന് പറയുന്നത് ഓഫീസിൽ പോയാൽ ഞാൻ മിസ് ചെയ്യാറാത്ത സാധനമാണ്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. മോരുകറി, തോരൻ, മെഴുക്ക് പുരട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വെളിയിൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈവനിങ് ആകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബാക്കി പെൻഡിങ് വർക്ക്സ് എല്ലാം അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. മോൻ അവിടെ പാരലായിട്ട് എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു. മഴ വന്നാൽ പിന്നെ നമുക്ക് ചായയോ കാപ്പിയോ നിർബന്ധമാണല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഒരു കോഫിയാണ് ഇട്ടത്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ സ്നാക്സും കൂടെ വാങ്ങിയിട്ടാണ് വന്നത്. ബ്രൂ കോഫിയും മുട്ട പപ്സുമാണ് ഇന്നത്തെ ചായക്ക്. അപ്പോൾ അതും വർക്ക് ചെയ്തുകൊണ്ട് ചായയും കുടിച്ച് എൻജോയ് ചെയ്തു. ഈവനിങ് ജസ്റ്റ് മധുക്കുട്ടൻ്റെ ഒരു ഡ്രോയിങ് ആണ്. പിന്നെ ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്